ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. ഇത് ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ലെക്ചർ ആണിത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് നമുക്കുണ്ട്, എക്സ് വൈ. രണ്ട് ബൈനോമിയൽ ആണ്. ബൈനോമിയൽ നമുക്കറിയാം എന്താണ്, നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ റിപ്പീറ്റേഷൻ ഓഫ് ബെർണോളി ട്രയൽസ്. അതാണ് നമുക്ക് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു റാൻഡം എക്സ്പെരിമെന്റ് ബെർണോളി ട്രയൽ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതില് നമ്പർ ഓഫ് സക്സസ്, എത്ര സക്സസ് സംഭവിച്ചു, ആ സക്സസിന്റെ എണ്ണം, ആ വേരിയബിൾ ബൈനോമിയൽ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും. അതിന്റെ PDF എങ്ങനെയാണ്, മീൻ എന്താണ്, വേരിയൻസ് എന്താണ്, MGF എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. നമ്മൾ പറഞ്ഞു എക്സ് വൈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമുക്കറിയാം ഇത് 0, 1, 2, 3 അല്ലെങ്കിൽ അങ്ങനെയാണ് n1, n2 എക്സെട്ര ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത് എക്സും വൈയും. ഈ സം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വീണ്ടും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും ഷുവർ ആയിട്ട്. ഇത് റിയൽ നമ്പറിലേക്കാണ് n1, n2 എന്നുള്ള ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എക്സ് പ്ലസ് വൈ എടുക്കുന്നത്. സോ എക്സ് പ്ലസ് വൈ ഏത് ഡിസ്ട്രിബ്യൂഷൻ, ഏതെങ്കിലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണോ? നമുക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നലുണ്ടാകാം എക്സ് പ്ലസ് വൈയും ബൈനോമിയൽ ആണ്. ഇനി ബൈനോമിയൽ ആയിക്കൂടുന്നില്ല, ബൈനോമിയൽ ആണെങ്കിൽ തന്നെ അതിന്റെ പാരാമീറ്റേഴ്സ് എന്താണ്, ഓക്കെ, എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, ഞാൻ MGF പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, MGFന്റെ ഒരു പ്രത്യേകത യുണീക്ക്നെസ് തിയറം. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ MGF വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ MGF യുണീക്ക് ആണ്. ഈ MGF ഉള്ള വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ MGF? MXT. ഓക്കെ, Q പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ പ്ലസ് P e raised to t all raised to n. ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് ഇതിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ് ഫോളോയിങ് ബൈനോമിയൽ വിത്ത് പാരാമീറ്റേഴ്സ് n1, പ്രോബിലിറ്റി ഓഫ് സക്സസ് P1. അസ്യൂം ചെയ്യാം. ഓക്കെ, വൈ അടുത്ത ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണ്, പ്രോബിലിറ്റി ഓഫ് സക്സസ്, നമ്പർ ഓഫ് ട്രയൽസ് into പ്രോബിലിറ്റി ഓഫ് സക്സസ് P2. ഓക്കെ, ഇതാണ് നമ്മുടെ അവസ്ഥയെ വിചാരിക്കുക. ഇനി നമ്മൾ എക്സ് പ്ലസ് വൈയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ MYT ഇവിടെ നമുക്ക് എഴുതാം. MYT Q1 P1 Q2 P2 e raised to t all raised to n2. ഇവിടെ n1 ഉണ്ട്, n2. ഓക്കെ, mx plus y of t കുറിച്ച് നമുക്ക് ചിന്തിക്കാം. mx plus y of t നമുക്കറിയാം. mx plus y of t എങ്ങനെ കണ്ടുപിടിക്കാം? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കാം. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ mx plus y of t നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി mxt into myt. mxt into myt that is equal to mxt q1 p1 e raised to t all raised to n1 into q2 plus p2 e raised to t all raised to n2. പക്ഷേ ഇത് ഒരു ബൈനോമിയലിന്റെ MGF ആണെങ്കിൽ നമുക്ക് പറയാം ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ MGF ആണ്. പക്ഷെ നിങ്ങളോട് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ബേസ് വേറെയാണ്, ഇത് വേറെ സംഖ്യയാണ്, ഇത് വേറെ ഒരു റിയൽ നമ്പർ ആയിരിക്കും, ഇത് വേറെ റിയൽ നമ്പർ ആയിരിക്കും. രണ്ട് ബേസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതി ഇതിന്റെ പവർ തമ്മിൽ സം ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം a raised to m into a raised to n equal to a raised to m plus n ആണ്. m plus n ആണ്. അവിടെ എന്താ പ്രത്യേകത? ഈ ബേസ് ഈക്വൽ, ബേസ് സെയിം ആയിരിക്കാം. പക്ഷെ ഇവിടെ ബേസ് സെയിം അല്ല, രണ്ടും രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്, ബേസ് സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഇനി ഞാൻ വേറൊരു രീതി ചിന്തിക്കാം. ഇവിടെ ഈ പ്രോബിലിറ്റി ഓഫ് സക്സസ് രണ്ട് റാൻഡം വേരിയബിളിനും സെയിം ആയി എന്ന് വിചാരിക്കാം. രണ്ട് റാൻഡം വേരിയബിളിനും സെയിം ആണെന്ന് വിചാരിക്കാം.
ഓക്കെ, രണ്ട് റാൻഡം വേരിയബിൾ സെയിം ആണെങ്കിൽ ഈ എം എക്സ് പ്ലസ് വൈ ഓഫ് ടി എന്ത് മാറ്റം വരും? പ്രോബിലിറ്റി ഓഫ് P1 പിയും പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ Q രണ്ട് കേസിൽ സെയിം ആണ്, എക്സിനും വൈക്കും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് വരുന്ന നമ്പർ ഈക്വൽ ആണ് രണ്ടിലും. അപ്പൊ നമുക്കിതിനെ Q പ്ലസ് P e റൈസ് ടു ടി ഓൾ റൈസ് ടു n1 പ്ലസ് n2 എന്ന് എഴുതാം. ഇത് എന്താണ്? ദിസ് ഈസ് MGF ഓഫ് ബൈനോമിയൽ വിത്ത് പാരാമീറ്റർ n1 പ്ലസ് n2 p. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഫോളോ ബൈനോമിയൽ n1 പ്ലസ് n2 p. എപ്പോഴായിരിക്കണം? എക്സ് വിത്ത് ബൈനോമിയൽ n1 വിത്ത് പ്രോബിലിറ്റി ഓഫ് സക്സസ് p, y വിത്ത് ബൈനോമിയൽ വിത്ത് പാരാമീറ്റേഴ്സ് n2 ആൻഡ് പ്രോബിലിറ്റി ഓഫ് സക്സസ് p. രണ്ട് റാൻഡം വേരിയബിളിന്റെ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് ആയിരിക്കും പറയാൻ പ്രധാന കാര്യം എം എക്സ് പ്ലസ് വൈ ഓഫ് ടി എം എക്സ് ടി ഇൻറ്റു എം വൈ ടി ആകണമെങ്കിൽ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ ബൈനോമിയൽ തന്നെ വരണമെങ്കിൽ, എക്സും വൈയും ബൈനോമിയൽ ആയിട്ട് എക്സ് പ്ലസ് വൈ ബൈനോമിയൽ തന്നെ വരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഈ പ്രോബിലിറ്റി ഓഫ് സക്സസ് രണ്ട് റാൻഡം വേരിയബിളിനെയും സെയിം ആയിരിക്കണം. രണ്ട് റാൻഡം വേരിയബിളിനെയും പ്രോബിലിറ്റി ഓഫ് സക്സസ് സെയിം അല്ലെങ്കിൽ ഒരിക്കലും അതിന്റെ സം എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ബൈനോമിയൽ ആയിരിക്കത്തില്ല, വേറെന്തോ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, അത് നമുക്ക് അറിയില്ല. ഓക്കെ, ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഈ x1, x2, etc. xn are binomial random variables with parameters n1, n2, n1, n2, n3, etc. n ഇവിടെ k എന്ന് കൊടുക്കാം, nk with common probability of success p with the number of trials parameters എന്ന് പറയുമ്പോൾ n ഉം p യും കൂടെ ചേർന്നാണ് parameters എന്ന് പറയുന്നത്. n ഉം p യും കൂടെ ചേർന്നാല് പാരാമീറ്റേഴ്സ് രണ്ടും പാരാമീറ്റർ ആണ് ബൈനോമിയലിന്റെ. then x1 plus x2 etc. xk follows binomial with summation i equal to 1 to k ni. എന്താണ് സം ചെയ്യുന്നത്? പാരാമീറ്ററിന്റെ വ്യത്യാസം എന്താണ്? n. നമ്പർ ഓഫ് ട്രയൽസ് എന്തായിരിക്കും? ഇതെല്ലാം സം ചെയ്യുന്നതായിരിക്കും. and number of probability of success p. ഓക്കെ, ഇതാണ് ബൈനോമിയൽസ്. ഈ p യുടെ കാര്യം മറന്നു പോകരുത്. p എന്തായിരിക്കണം? എല്ലാ റാൻഡം വേരിയബിൾസിനും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മള് ബൈനോമിയലിന്റെ മൊമെന്റ്സ് കണ്ടുപിടിച്ചപ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നി. അതായത് ആദ്യം μ1 μ2 കണ്ടുപിടിച്ചപ്പോൾ തന്നെ ബുദ്ധിമുട്ടായി. μ3 μ4 ഒക്കെ സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടു. ഓക്കെ, ഇനി എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ മൊമെന്റ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കും? ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഒരു റെക്കറൻസ് റിലേഷൻ ഫോം ചെയ്യുന്നത് സെൻട്രൽ മൊമെന്റ്സിന് വേണ്ടി. എന്താണ് റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു സീക്വൻസ് ആണ് xn പ്ലസ് 1 കണ്ടുപിടിക്കാൻ
xnന്റെ വാല്യൂ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് xn+1 = xn+2. അതായത് പ്രീവിയസ് വാല്യൂവിൽ നിന്ന് അടുത്ത വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് xn ഉണ്ടെങ്കിൽ xn++ കണ്ടുപിടിക്കാം. അതായത് x1 ഉണ്ടെങ്കിൽ x2 കണ്ടുപിടിക്കാം, x3 ഉണ്ടെങ്കിൽ x4 കണ്ടുപിടിക്കാം. ഓക്കെ, പ്രീവിയസ് വാല്യൂസിൽ നിന്ന് നെക്സ്റ്റ് വാല്യൂസ് ഓഫ് ദ സീക്വൻസ് കണ്ടുപിടിക്കുന്ന റിലേഷനെയാണ് റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെൻട്രൽ മൊമെന്റ്സിന്റെ റെക്കറൻസ് റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് റെക്കറൻസ് റിലേഷൻ എന്ന് നോക്കാം. ഇതിനൊരു പേരുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, റെനോവ്സ്കി ഫോർമുല എന്നാണ് ഇത് പറയുന്നത്. റെനോവ്സ്കി ഫോർമുല. ഇതിന് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കാറ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. പോസ്റ്റ്മോണിലും ഉണ്ട് ഇതുപോലെ റെക്കറൻസ് റിലേഷൻ, മാറി മാറി എക്സാമിന് ചോദിക്കാറാണ് പതിവ്, ഏതെങ്കിലും ഒരു പാർട്ടി ചോദിക്കും. ഓക്കെ, നമുക്ക് എന്താ റെക്കറൻസ് റിലേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് തന്നെ µrന്റെ ഡെഫിനിഷൻ. µr എന്ന് പറഞ്ഞാൽ ആർക്ക് സെൻട്രൽ മൊമെന്റ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x - μ (r). നമുക്കറിയാം µ എന്ന് പറയുന്നത് ബൈനോമിയലിലെ എന്താണ്, മീനാണ്. അത് NP ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് x - nb (r). ബേസിക് ഡെഫിനിഷൻ ഉണ്ട് എക്സ്പെക്ടേഷന്റെ, x - nb (r) into p of x. x - nb (r) into p of x. Okay. x - nb (r) into p of x. നമുക്ക് നോക്കാം ഇതെങ്ങനെയാ വരുന്നത്. Equal to summation x minus nb all raised to r ncx p raised to x. q ന് പകരം ഞാൻ ഇവിടെ q ന് പകരം 1 minus p all raised to n minus 2 എന്ന് കൊടുക്കും. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം എന്താണ്. 1 minus p all raised to n minus, നമുക്കറിയാം q 1 minus p ആണ്. ഓക്കെ, ഞാൻ ഈ സെൻട്രൽ മൊമെന്റിനെ വിത്ത് റെസ്പെക്ട് പി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d μr by dp. d μr നമുക്ക് ഡിഫറൻഷിയേറ്റ് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. d μr by dp ചെയ്യുകയാണ്, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, d μr by dp ചെയ്യുമ്പോൾ ഇവിടെ p യുടെ ടേമുള്ള 3 ടേംസ് ഉണ്ട്. p ഉള്ള 3 ടേംസ്. x - np ൽ p ഉണ്ട്. ncx കോൺസ്റ്റന്റ് ആണ്, റിയൽ നമ്പർ ആണ്, അത് ആദ്യം എഴുതി. ഓക്കെ, x - nb all raised to r അത് p ഉണ്ട്. p raised to x ൽ p ആണ്, p ഉള്ള ടൈം ആണ്. 1 minus p all raised to n minus x ൽ p ഉണ്ട്. നമ്മള് q ഇവിടെ എഴുതി പോയാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോ നമ്മൾ വിചാരിക്കുക അതിനകത്ത് p ഇല്ലെന്ന്. ശരിക്കും q എന്ന് പറഞ്ഞാൽ 1 minus p ആണ്. 1 minus p എഴുതുമ്പോൾ 1 minus p ക്ക് p ഉണ്ട്, അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതും ഉൾപ്പെടുത്തണം. 3 എന്താണ് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഫംഗ്ഷൻസ് നമുക്കറിയാം. ഡിഫറൻഷിയേഷന്റെ 2 എണ്ണം നമുക്കറിയാം. 3ന്റെയും സെയിം പ്രൊസീജിയർ ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതിനെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കി രണ്ടും കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അപ്പൊ ഫസ്റ്റ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്ന x - nb all raised to r ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. r into x - np all raised to r - 1 into np യുടെ x - nb യുടെ ഡിഫറൻഷിയേഷൻ മൈനസ് വിത്ത് റെസ്പെക്ട് p ആണ്, പ്ലസ് ബാക്കി ഞാൻ താഴേക്ക് എഴുതുവാണ്. x - nb ഈ രണ്ട് ടേബിളും കോൺസ്റ്റന്റ് ആണ്. np raised to r രണ്ട് ടേബിളും കോൺസ്റ്റന്റ് ആണ്, ഞാൻ എഴുതി പുറത്ത് എഴുതി. ആ രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് എഴുതി. അതുപോലെ ഇത് രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. p raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ p raised to x - 1 1 minus p 1 minus p all raised to n minus x plus p raised to x into 1 minus p all raised to n minus x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ p raised to x into n minus x 1 minus p. ഞാൻ താഴേക്ക് എഴുതുവാണ്, ഞാനൊന്നുകൂടെ തുടച്ചിട്ട് എഴുതാം.
ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ വേണ്ടിയാണ്. എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ കോൺസ്റ്റന്റ് ആണ്. എക്സ് പി റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് പി റൈസ് ടു എക്സ് ഇൻറ്റു അടുത്തത് 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എൻ മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് പി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1. അപ്പോൾ ഈ -1 ഇവിടെ ഞാൻ കൊടുക്കുവാണ്, അത് മൈനസ് ആണ്. ഓക്കെ, ഇവിടെ ഡിഫറൻസിയേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. എനി നമ്പർ റൈസ് ടു എൻ, എക്സ് റൈസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ 1 മൈനസ് പി പവറിൽ എൻ മൈനസ് എക്സ് ആണ്, പിയുടെ പവറിൽ എക്സ് ആണ്. അതുകൊണ്ടാണ് എക്സ് റൈസ് ടു പി റൈസ് ടു എക്സ് മൈനസ് 1 എന്നും എൻ മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് മൈനസ് 1 എന്നും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നെക്സ്റ്റ് ടൈമില് ഇവിടെ എഴുതുവാണ് സമേഷൻ എക്സ് ഈക്വൽ ടു 0 ടു എൻ എൻ സി എക്സ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ എഴുതി ഇവിടെ 6 മൈനസ് എൻ മൈനസ് എൻ ആർ ഈ സമേഷൻ എടുത്തിരിക്കുന്നത് എക്സിലാണ്. അപ്പൊ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിള്. ബാക്കി അല്ലാത്ത ടേംസ് എല്ലാം, എക്സ് ഇല്ലാത്ത ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. അത് സമേഷന് പുറത്തേക്ക് എടുക്കാം. മൈനസ് എൻ ആർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ടു എൻ സി എക്സ് എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ മൈനസ് 1. സോറി, ഇവിടെ എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ മൈനസ് 1 കൂടാതെ ഇവിടെ ഈ ടേം ഉണ്ട്, പി റൈസ് ടു എക്സ് 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് ഇൻറ്റു ചെയ്ത് എഴുതാൻ മറന്നുപോയി. ഇത് കോൺസ്റ്റന്റ് ആണ്, അതോടെ ഉണ്ട്. ഓക്കെ, പി റൈസ് ടു എക്സ് 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ ഇനി ഈ രണ്ട് ടേബിളിൽ നിന്ന് ഞാനൊരു പി റൈസ് ടു എക്സ് ക്യൂ റൈസ് 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. പി റൈസ് ടു എക്സ് 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ രണ്ട് ടേബിളിൽ നിന്ന് ഇവിടെ നിന്ന് പി റൈസ് ടു എക്സ് പോയി കഴിയുമ്പോൾ എക്സ് ഉണ്ട്, പി റൈസ് ടു എക്സേ പോകുന്നുള്ളൂ, പി റൈസ് ടു -1 ഉണ്ട്, അതെന്താ 1/p ആണ്. 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് അപ്പാടെ പോകുന്നുണ്ട്. ഇവിടെ പി റൈസ് ടു എക്സ് പോകുന്നുണ്ട്, എൻ മൈനസ് എക്സ് ഉണ്ട്, 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് പോകുന്നുണ്ട്, ബാക്കി ഒരു -1 ഉണ്ട്, 1 മൈനസ് പി. 1 മൈനസ് പി ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് പി ആണ്. അതുപോലെ 1/p ആണ് ഇവിടെ, പി റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മള് മൂവിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കോൺസ്റ്റന്റ് ഇത് രണ്ടിനുമുള്ള കോൺസ്റ്റന്റ് ആണ്. ഈ എൻ സി എക്സ് സമേഷൻ രണ്ടിനുമുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ മൈനസ് എൻ ആർ നമുക്ക് അവസാനം. ഓക്കെ, ഇവിടെ രണ്ടിനുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ സമേഷൻ അകത്തേക്ക് എൻ സി എക്സ് കൊടുക്കുമ്പോ ഇവിടെയും കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ശരി. ഇവിടെ നമ്മള് ഇത് രണ്ടിനുമുള്ള സമേഷനാണ്, ഈ രണ്ട് ടേമിനുള്ള സമേഷനാണ് എൻ സി എക്സ്. ഇതിനെ ഈ ബാക്കിയുള്ള 3 ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഈ ഡിഫറൻഷിയേഷന്റെ പ്രോസസ്സാണ് കഴിഞ്ഞത്. ഇത് രണ്ടിനുള്ള കോൺസ്റ്റന്റ് ആണ്. സോ അത് അകത്തേക്ക് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കുമ്പോൾ രണ്ട് ടേമിന് കൊടുക്കണം. ഓക്കെ, ശരി. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോ മൈനസ് എൻ ആർ ഇൻറ്റു സമേഷൻ എക്സ് ഈക്വൽ ടു 0 ടു എൻ എൻ സി എക്സ്. അത് നമുക്ക് രണ്ടാമത് ഇടാം. എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ മൈനസ് 1 എൻ സി എക്സ് പി റൈസ് ടു എക്സ് 1 മൈനസ് പി ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് സമേഷൻ എക്സ് ഈക്വൽ ടു 0 ടു എൻ എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ ഇൻറ്റു ഇവിടെ
p raised to x 1 minus p all raised to n minus x ncx ഉണ്ട് ആദ്യം മറന്നു പോയത് ncx ബ്രാക്കറ്റിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x into 1 minus p minus p into n minus x all divided by p into 1 minus p. Okay. Okay. So, അടുത്ത സ്റ്റെപ്പില് മൈനസ് എൻ ആർ ഡി മ്യൂ ആർ ബൈ ഡി പി ആണ് കേട്ടോ, മറന്നു പോയത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈനസ് എൻ ആർ ഇൻറ്റു സമേഷൻ എക്സ് ഈക്വൽ ടു 0 to n എക്സ് മൈനസ് എൻ പി ഹോൾ റൈസ് ടു ആർ മൈനസ് 1 എൻ സി എക്സ് പി റൈസ് ടു എക്സ് 1 മൈനസ് പി 2 എന്ന് കൊടുത്തു 2 റൈസ് ടു n മൈനസ് എക്സ് പ്ലസ് സമേഷൻ x equal to 0 to n ncx x minus np whole raised to r p raised to x q raised to n minus x x into 1 x minus xp x into minus p minus xp minus p into n np minus p plus x plus xp all divided by p into 1 minus p q ആണ് p. Okay, next step. Minus nr into summation x equal to 0 to n x minus np all raised to r minus 1 into ഇതെന്താ ncx p raised to x q raised to n minus x എന്താ p of x ആണ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് x അല്ലേ ncx p raised to x q raised to n minus x plus summation x equal to 0 to n x minus np നമുക്ക് ഒരു സ്റ്റെപ്പ് ഈ p2 ഇവിടെ x ആണ് വേരിയബിൾ, ഞാൻ പറഞ്ഞു x ആണ് 0 മുതൽ n വരെ വേരി ചെയ്യുന്നത്. അപ്പോൾ സം ചെയ്യേണ്ടത് x ന്റെ ടേംസിനെയാണ്. p യുടെ ടേംസ് ഇവിടെ p മാത്രമേ ഉള്ളൂ, x ഇല്ല. p2 പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു x മൈനസ് np ഹോൾ റൈസ് ടു r ഇൻറ്റു x മൈനസ് xp പ്ലസ് xp പോയി, ബാക്കി x മൈനസ് np ആണുള്ളത്. x മൈനസ് np ഇവിടെ എഴുതി ncx p റൈസ് ടു x q റൈസ് ടു n മൈനസ് x. നെക്സ്റ്റ് ടേബിള് മൈനസ് എൻ ആർ, ഓക്കെ, മൈനസ് എൻ ആർ ആർ മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് സമേഷൻ. എന്താ മ്യൂ ആറിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? മ്യൂ ആറിന്റെ ഡെഫിനിഷൻ എന്താ? സമേഷൻ എക്സ് മൈനസ് എൻ ബി ഹോൾ റൈസ് ടു ആർ ഇൻറ്റു പി ഓഫ് എക്സ്. ഇവിടെ ആർ മൈനസ് 1 ആറിന്റെ സ്ഥാനത്ത്, അപ്പോൾ ഇതെന്താകും? മ്യൂ ആർ മൈനസ് 1 ആകും. മ്യൂ ആർ മൈനസ് 1 പ്ലസ് 1 by pq summation x equal to 0 to n x minus nb raised to r into x minus nb x minus np all raised to r plus 1. ഇതെന്താ? x ncx p raised to x q raised to n minus x probability of x that is equal to minus nr mu r minus 1 plus 1 by pq mu r plus 1 mu r plus 1 x minus nb all raised to r plus 1 into p of x. അതെന്താ? mu r plus 1 that is equal to d mu r by dp. ഈ മൈനസ് എൻ ആർ mu r minus 1 ഇങ്ങോട്ട് വന്നു, nr mu r minus 1 equal to 1 by pq mu r plus 1 1 by pq mu r plus 1. Okay, so last step കിട്ടി. ഈ p2 ഇപ്പുറത്തേക്ക് വന്നു, mu r plus 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതി. mu r plus 1 equal to pq into d mu r by dt.
പ്ലസ് NR into mu r minus. Put it. ഇതാണ് റെനോവ്സ്കി ഫോർമുല. ഇതാണ് റെനോവ്സ്കി ഫോർമുല. mu r plus 1 കണ്ടുപിടിക്കാൻ mu r plus 1 കണ്ടുപിടിക്കാൻ mu r minus 1 mu r ഉണ്ടെങ്കിൽ നമുക്ക് mu r plus 1 കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. r is equal to 1 implies mu 2 1 plus 1 2 ആണ്. അത് എഴുതണ്ടല്ലോ. ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 plus 1 2 ആണ്. ഓക്കെ. PQ d mu 1 by dp plus nr into mu 1 minus 1. PQ into d mu 1 നമുക്കറിയാം 0 ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. nr into n r നമുക്കറിയാം 1 ആണ്. mu 1 mu 0 ആണ്. into n into 1 into mu 0 1 ആണ്. NPQ mu 2 നമുക്ക് NPQ കിട്ടി. ഇത് എത്ര കാർഡായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് നേരത്തെ? വളരെ എളുപ്പത്തിൽ കിട്ടിയില്ലേ? mu 2 NPQ ആണ്. ശരി, ഇനി r is equal to 2 ഇട്ട് കൊടുക്കാം. mu 3 PQ into d mu 2 by dp n into 2 into mu 2 minus 1 PQ into d by dp of n into p into q 1 minus p ആണ്. NPQ ആണ് mu 2. അത് കൊടുക്കുന്നു. q ന്റെ സ്ഥാനത്ത് 1 minus p. n into 2 into mu 1 0 ആണ്. PQ d by dp of n പുറത്തേക്ക് എടുക്കുന്നു. d by dp of p into 1 minus p നമുക്കറിയാം. d by dp of p നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. p into p minus p square plus 0. That is mu 3 equal to PQ into n into d by dp of p minus p square 1 minus 2p plus 0. NPQ into 1 minus 2p. That is equal to NPQ into 1 minus 2p 1 minus p minus p എന്ന് എഴുതാം. NPQ into 1 minus pq ആണ് q minus p. ഇതാണ് mu 3. mu 3 നമുക്ക് കിട്ടി. NPQ into q minus p. സെയിം റെക്കറൻസ് റിലേഷൻ ഉപയോഗിച്ച് mu 4 കണ്ടുപിടിക്കുക. ബീറ്റ 1 ബീറ്റ 2 ബീറ്റ 3 ഇല്ല സോറി ഗാമ 1 ഗാമ 2 സാധനം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റോ മൊമെന്റ്സിനുള്ള റെക്കറൻസ് റിലേഷൻസ് നോക്കാം. റോ മൊമെന്റ്സിനുള്ള റെക്കറൻസ് റിലേഷൻ റോ മൊമെന്റ് നമുക്കറിയാം. mu r dash equal to എക്സ്പെക്ടേഷനിൽ തന്നെ തുടങ്ങാം. എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് x raised to r summation x equal to 0 to n x raised to r into p of x അല്ലേ? summation x equal to 0 to n. ഇതിന് റെനോവ്സ്കി ഫോർമുല എന്നൊന്നും അല്ല പറയുന്നത്. റെനോവ്സ്കി ഫോർമുല സെൻട്രൽ മൊമെന്റ്സിന് വേണ്ടിയുള്ള റെക്കറൻസ് റിലേഷൻ ആണ്. നമ്മളിവിടെ റോ മൊമെന്റ്സിന് വേണ്ടിയുള്ള റെക്കറൻസ് റിലേഷൻ ഫോം ചെയ്യാൻ നോക്കാം. റെക്കറൻസ് റിലേഷൻ ഫോർ റോ മൊമെന്റ്സ്. x raised to r into ncx p raised to x q raised to n minus x. Okay, same procedure d mu r dash by dp. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? with respect to p ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ q raised to n minus x ന് പകരം നമുക്ക് 1 minus p all raised to n minus x കൊടുക്കാം. തെറ്റിപ്പാതിരിക്കാൻ വേണ്ടി.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ പോലെ അല്ല. ഇവിടെ NCX ഇതിനകത്ത് പി യുടെ ടേം ഇല്ല, കോൺസ്റ്റന്റ് ആണ്. എക്സ് റൈസ് ടു ആറിലും പി യുടെ ടേം ഇല്ല, കോൺസ്റ്റന്റ് ആണ്. നേരത്തെ എക്സ് മൈനസ് എൻ ബി ഓൾ റൈസ് ടു ആർ ആയിരുന്നു. അവിടെ ഈ പി യുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അതും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇവിടെ എക്സ് റൈസ് ടു ആർ മാത്രമേ ഉള്ളൂ, പി ഇല്ല, അതുകൊണ്ട് എന്താ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ആദ്യം എക്സ് റൈസ് ടു ആർ ഇൻറ്റു NCX പി റൈസ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് പി എക്സ് റൈസ് എക്സ് മൈനസ് 1 മൈനസ് പി ഓൾ റൈസ് ടു n മൈനസ് എക്സ് n മൈനസ് എക്സ് ഇൻറ്റു താഴെ എഴുതുകയാണ് n മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് പി ഓൾ റൈസ് ടു n മൈനസ് എക്സ് എക്സ് മൈനസ് 1 ഇൻറ്റു പി റൈസ് ടു എക്സ്. ഓക്കെ, okay. Summation x equal to 0 to n x raised to r NCX x by p into p raised to x 1 minus p all raised to n minus x. ഈ 1 മൈനസ് പി ഓൾ റൈസ് ടു n മൈനസ് എക്സ് ഇത് രണ്ടും ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൈനസ് n ഇൻറ്റു 1 മൈനസ് പി ഓൾ റൈസ് ടു n മൈനസ് എക്സ് മൈനസ് 1 പി റൈസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് പി ഓൾ റൈസ് ടു n മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു പി റൈസ് ടു എക്സ്. ഓക്കെ, ഇതിൽ ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഈ ടേം ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇത് പ്ലസ്, മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ പ്ലസ്. ഓക്കെ, summation x equal to 0 to n x raised to r NCX x by p p raised to x 1 minus p all raised to n minus x minus n p raised to x 1 minus p all raised to n minus x by 1 minus p plus x p raised to x 1 minus p all raised to n minus x minus 1 sorry n minus x by 1 minus p. അതായത് ഈ n minus x minus 1 ലെ എന്താണ് 1 minus p all raised to minus 1 ഉണ്ടല്ലോ, അത് താഴേക്ക് എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് ഒരു p raised to x 1 minus p all raised to n minus x പുറത്തേക്ക് എടുക്കുവാണ്. പുറത്തേക്ക് എടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് രണ്ടിനും അപ്ലൈ ചെയ്യാനുള്ള സമേഷൻ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇതിവിടെ എക്സ് ബൈ പി മൈനസ് എക്സ് ബൈ ക്യൂ. സോ ഞാൻ ഈ എക്സ് കൂടെ അങ്ങ് പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഓക്കെ, എക്സ് കൂടെ കിടക്കട്ടെ, അടുത്ത ടൈമിൽ എഴുതാം നോക്കാം. ഓക്കെ, മൈനസ് n by 1 minus p n by 1 minus p 1 by q എന്ന് എഴുതാം, n by q എന്ന് എഴുതാം. ഓക്കെ, വൺ മൈനസ് പിക്ക് ഞാൻ ക്യൂ എന്ന് കൊടുക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഇവിടെ ക്യൂ എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത ടേമില് summation x equal to 0 to n x raised to r NCX p raised to x q raised to n minus x. ഇവിടെ ഒരു x ഉണ്ട്, x ഞാൻ പുറത്തേക്ക് എടുത്തു. 1 by p plus 1 by q
minus n by q. ഓക്കെ, ഇത്രയും സംഭവമാണ് ഉള്ളത്. Summation x equal to 0 to n x raised to r n c x p raised to x q raised to n minus x. ഞാൻ ഇതുകൊണ്ട് മൊത്തം ഈ ടൈമിനെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ വരക്കാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ q പ്ലസ് p ബൈ പി ക്യൂ മൈനസ് n ബൈ q. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. Summation x equal to 0 to n x raised to r n c x p raised to x q raised to n minus x into q plus p 1 x by pq minus n by q. സോറി, സോ ഞാൻ ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. x equal to summation 0 to n x raised to r into x raised to r plus 1 x raised to r plus 1 e ncx p raised to x q raised to n minus x into 1 by pq minus n by q into summation x raised to r ncx p raised to x q raised to n minus x. Okay, d mu r dash by dp ആണിത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ഈ 1 by pq ഞാൻ രണ്ട് ടേമിൽ നിന്നും 1 by pq പുറത്തേക്ക് എടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, 1 by pq ഇവിടെ ഉണ്ട്. ഇവിടെ ഞാനൊരു p കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ np ഉണ്ട് മേളില്, ഇവിടെ pq. ഇനി ഞാൻ ഈ രണ്ട് ടേമിൽ നിന്നും 1 by pq പുറത്തേക്ക് എടുത്തു. 1 by pq into summation x equal to 0 to n x raised to r plus 1 ഇത് p of x ആണ്, minus np into summation x raised to r into ഇത് p of x. ഓക്കെ, pq അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. pq into d mu r dash by dp equal to ഇതെന്താ mu r plus 1 dash minus np into mu r dash. Okay, mu r dash. അപ്പോൾ ഇപ്പുറത്തേക്ക് എടുക്കുക. mu r plus 1 dash equal to pq into d mu r dash by dp plus np into mu r dash. This is a recurrence relation for rho minus.